നമ്മൾ പറയാറുണ്ട് ഈ മെന്റലിസം അല്ലെങ്കിൽ മൈൻഡ് റീഡിങ് ഇറ്റ്സ് ഓൾ വിത്ത് ഒബ്സർവേഷൻ അല്ലേ? എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്സർവേഷനിലാണെന്ന് പറയാം. എല്ലാം ഉണ്ട്. ഒബ്സർവേഷൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട്. മാജിക്കിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ഒബ്സർവേഷൻ ഉണ്ട്, ലിപ് റീഡിങ് ഉണ്ട്, ഇപ്പോൾ നോക്ക് വരുന്നത്, അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ. ഇപ്പോൾ ഒരാളെ ഫിംഗർ ഫിഡ്ജറ്റിങ് ചെയ്തു എന്ന് തോന്നുന്നു, കൈ കൊണ്ട് ഇങ്ങനെ ഒരു അല്ല, നേരത്തെ അത് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. ബോഡി ലാംഗ്വേജ് അനാലിസിന്റെ അതിന്റെ ഒരു ടെക്സ്റ്റിൽ അങ്ങനെ കുറെ റീസണിങ് ഉണ്ട്. ചിലപ്പോൾ മാനറിസം ആയിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ ബ്ലിങ്ക് റേറ്റ് ഒന്ന് വന്നു അതൊക്കെ നോക്കും. അപ്പോൾ ഇനീഷ്യലി ഒരാളെ കാണുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യും. എസ്പെഷ്യലി ഒരുപാട് ഷോസും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് ആരെയാണ് എപ്പോഴാണ് കയറി വരിക എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരാം, എൻട്രി ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കും, ചിലപ്പം ഒരാൾ പറയാണ് എന്നെ വിളിക്കൂ എന്ന് പറയാ. അപ്പൊ നമുക്ക് എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്റ്റേജിലെ കാര്യമാണോ പറഞ്ഞത്? അതെ, സ്റ്റേജിലെ കാര്യം. സ്റ്റേജിൽ ആക്ച്വലി നമുക്ക് എന്തെങ്കിലും എറിഞ്ഞു കൊടുത്തിട്ട് അത് കിട്ടുന്ന ആളായിരിക്കും വരുന്നത്. അപ്പം അത്രയും റാൻഡം ആയിട്ട് വരുന്ന പരിപാടി. അപ്പം അതിൻ്റെ അകത്ത് ചലഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവാം, ഡിപ്പെൻസ്, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവാം. ഓക്കെ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം ഒബ്സർവ് ചെയ്യും. ഇപ്പം ഇനീഷ്യലി ഒരാളെ കാണുന്ന സമയത്ത് എന്തൊക്കെ ഒബ്സർവ് ചെയ്യും നമ്മൾ? നോർമലി ഈ പറയുന്ന ലിപ് റീഡിംഗ് എന്ന് പറഞ്ഞു, ബ്ലിങ്ക് റേറ്റ് എന്ന് പറഞ്ഞു, ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി അതൊരു മൈൻഡ് റീഡിംഗ് അല്ല, അത് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞിട്ടുള്ളത് ഒരുപാട്. ഇപ്പോൾ പാറ്റേൺസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ, ഞാൻ ഈ പറഞ്ഞ ബേസ് ലൈൻസ് ഒക്കെ വെച്ചിട്ട്. അല്ലാതെ മൈൻഡ് റീഡിങ് ഒരാളുടെ മനസ്സിൽ അയാൾ എന്ത് ചിന്തിക്കും എന്നുള്ളത് നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാനൊന്നും പോസിബിൾ അല്ല ആക്ച്വലി. ഓക്കെ. ഓരോ ആൾക്കാരെയും ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ? നമ്മൾക്ക് ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്തൊക്കെ പറയും എല്ലാവരെയും പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആവത്തില്ല, ചെയ്യാൻ പറ്റില്ല, സജസ്റ്റിബിലിറ്റി അനുസരിച്ച് മാറും. ചില ആൾക്കാർക്ക് കോൺസെൻട്രേഷൻ കാണത്തില്ല, അവർ ഹിപ്നോട്ടിക് സ്റ്റേജിലോട്ട് പോകാൻ പോലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോഴിങ്ങനെ എല്ലാവരുടെയും കേസിൽ നമ്മൾക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോഴെങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ അനുസരിച്ച് മാറും അത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യത്തില്ലേ സ്റ്റേജ് ഷോയിലൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത്? അനന്തോന് മനസ്സിലാകുമല്ലോ, ഓക്കെ ബെറ്റർ ഈ പേഴ്സണെ കോൾ ചെയ്യുന്നതായിരിക്കും, അത് ഒബ്സർവ് ചെയ്തിട്ടാണോ വിളിക്കുക? അതൊരു കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡിന്റെ പരിപാടിയാണ്. പിന്നെ എക്സ്പീരിയൻസിൻ്റെതായിട്ടുള്ള ഒരു, അതായത് അവർ വരുന്ന സമയത്ത് സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ ഒഫൻസീവായിട്ട് വരുന്ന ആളാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണ് ഒരു പരിധി വരെ കിട്ടും. അപ്പോൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറക്കി വിടുന്നത് മോശമാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇതിനെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറയുന്നില്ല. അപ്പോൾ ഒരാളിനെ വിളിച്ച് ചിലപ്പോൾ ഭയങ്കര സബ്റ്റിലായിട്ടുള്ള ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരിക്കും, ഡിപ്പെൻസ്. ഇപ്പൊ ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. ഈ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറയാം അല്ലേ? ശരിക്കും അങ്ങനെയുണ്ടോ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ? മെന്റലിസ്റ്റ് അനന്തുവിനോടാണ് ചോദ്യമെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ അനന്തുവിനോടാണ് ചോദ്യമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇപ്പൊ തിങ്കിങ് റേറ്റ് ഡിഫറെന്റ് ഉണ്ടാവില്ലേ? ഒരു ആൺകുട്ടി ഒരു സമയം ചിന്തിക്കുന്നതും പെൺകുട്ടി ചിന്തിക്കുന്നതും തോട്ട്സ് ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് പോലെ തന്നെ തോട്ട് പാറ്റേൺസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഈ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ കാര്യം ചിന്തിക്കുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ലാതെ. അപ്പൊ അനന്തൂന് അത് ഒരാളെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഒരു പരിധി വരെയൊക്കെ. അതായത് നമ്മൾ ഫസ്റ്റ് നേരത്തെ ചോദിച്ചില്ലേ എന്താ ആദ്യം ഒബ്സർവ് ചെയ്യാന്ന്, ഞാൻ ചിരി ഒബ്സർവ് ചെയ്യും കേട്ടോ. അത് ജെന്യൂൻ സ്മൈലാണോ ഫേക്ക് സ്മൈലാണോ എന്നുള്ളൊരു സാധനമില്ല. അപ്പോൾ അതിന് ഈ മസിൽസിൻ്റെ ഒരു ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ഇത് വളരെ എനിക്ക് തോന്നുന്നു 15 years ആയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 2009 മാജിക്, എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്ത് വന്നത്? രാവിലെ എഴുന്നേറ്റ് ഓരോ ആൾക്കാർ അല്ല എങ്ങനെയായിരുന്നു? എനിക്ക് ജസ്റ്റ് അറിയാനുള്ള ആകാംക്ഷയല്ലേ. മനസ്സിലായി. അതെന്താന്ന് വെച്ചാൽ ആൾക്കാരെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ആക്ച്വലി ബേസിക്കലി. അപ്പം അതിന് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. വീട്ടിൽ തന്നെ രാവിലെ എണീക്കുമ്പം നമ്മുടെ അമ്മയോ ചേട്ടനോ ചേച്ചിയൊക്കെ സംസാരിക്കുന്ന പാറ്റേൺസ് നമുക്ക് ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരൊരു കാര്യം ഭയങ്കരമായിട്ട് ഇപ്പോൾ രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊരു സൺഡേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് അത് മാറും. അപ്പോൾ ഇങ്ങനെ ഇനിഷ്യൽ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി ലൈഫ് റൊട്ടീൻസ് തന്നെ തുടങ്ങാൻ പറ്റും. അപ്പൊ ഈ മാജിക്കിന്റെ ഒരു വേറെ ഡിഫറെന്റ് തലമാണല്ലോ അപ്ഡേറ്റഡ് വേർഷൻ. അപ്പൊ ഇനീഷ്യലി മാജിക്കിൽ നിന്നായിരുന്നോ തുടങ്ങിയത്? മാജിക്കിൽ. ഓക്കെ.